പ്രിയരെ നമസ്കാരം. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരു മിമിക്രി വേദിയിൽ അല്ലെങ്കിൽ പാരഡി രംഗത്ത് ഒരു പ്രൊഫഷണൽ സമിതി 39 വർഷം നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന സമിതി ഓണറാണ്, സംവിധായകനാണ്, ആർട്ടിസ്റ്റാണ്. 39 വർഷമായിട്ട് പ്രൊഫഷണൽ കലാരംഗത്ത് വർക്ക് ചെയ്യുന്ന കലാകാരനാണ്. പ്രത്യേകിച്ച് പാരഡിയുടെ ഒരു രാജാവ് എന്ന് പറയാം. ഞങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പായ ആലപ്പി ഗോപകുമാർ. നമസ്കാരം. നമസ്കാരം. പിന്നെ എന്തൊരു വിശേഷം? ഇങ്ങനെ പോകുന്നു. അത്യാവശ്യം ഇങ്ങനെ കുറെ ആയിട്ട് ഞാൻ വിചാരിക്കാണ് ഗോപന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനാണ് സമയം കിട്ടിയത്. അപ്പം സുഖം തന്നെ, സുഖമായിട്ട് പോകുന്നു. അത്യാവശ്യം ഇപ്പം പരിപാടികളൊക്കെ സീസണായി വരികയാണല്ലോ. അത്യാവശ്യം ബുക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമിതിയുടെ പേര് അറിയാലോ, കൊച്ചിൻ മിമിക്സ് മീഡിയ. അതിൽ ഒരുപാട് കലാകാരന്മാർ രംഗത്തേക്ക് വന്നതല്ലേ. അയ്യപ്പ വൈജു, ജയസൂര്യ, ഇപ്പോഴത്തെ ഡയറക്റ്റ് ജിസ് ജോയി, പിന്നെ കട്ടപ്പാടി പ്രവീൺ, ഡബിങ് ആർട്ടിസ്റ്റ്, ഒരുപാട് ആർട്ടിസ്റ്റ്, വിഷാരടി, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തല്ല. അവര് തുടക്കം വെച്ച സമിതിയാണല്ലേ മിമിക്സ് മീഡിയ. അതിന്നും നന്നായിട്ട് പോകുന്നുണ്ട്, ഉജ്ജ്വലമായിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ച് പോകുന്നു, ഗംഭീരമായിട്ട് പോകുന്നു. നല്ല പരിപാടികൾ ഇപ്പോഴും ഉണ്ട്. തുടർച്ചയായിട്ട് ഒരു 39 കൊല്ലമൊക്കെ ഒരു ട്രൂപ്പ് നടത്തിക്കൊണ്ടുപോകാൻ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അല്ലേ, നമ്മൾ നന്ദി പറയേണ്ടത് പ്രിയ പ്രേക്ഷകരോട് തന്നെയാണ്, പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസിയോട് അല്ലേ. അവരുടെയൊക്കെ ഹെൽപ്പാണ് നമ്മളൊക്കെ ഉള്ള കലാകാരന്മാർ മുന്നോട്ട് പോകുന്നത്. അതെ, നമ്മൾ ഇത്ര നാളും മുന്നോട്ട് നയിച്ചതും ഒരു പരിധിവരെ ഏജൻസികൾ തന്നെയാണ്. അപ്പൊ നമുക്കൊരു പാരഡി കേട്ടാലോ? നമ്മളൊരു പരിപാടിയോടെ ഒരു പ്രാർത്ഥനയോടെ ചെയ്താലോ? പ്രാർത്ഥന, തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥന വേണം. ഓക്കെ, അപ്പം ആലപ്പി ഗോപകുമാറിന്റെ വക ഒരു പ്രാർത്ഥന. ഉലകത്തിൽ മണ്ടന്മാർ മന്ത്രിയായി വാഴും, നരകത്തിൽ പോയാലോ ഇതിനേക്കാൾ ഭേദം. മന്ത്രിമാരും കൂറെ ശിങ്കിടികളും കൂടി വിദ്യാഭ്യാസ രംഗം കുട്ടിച്ചോറാക്കി. വിദ്യാഭ്യാസ മന്ത്രി അഭ്യാസം കാട്ടിയപ്പോൾ അഭ്യസ്ത വിദ്യർക്കോ തൊഴിലില്ലാണ്ടായി. വിദ്യയറിയാത്തോൻ അധ്യാപകനായപ്പോൾ പഠിക്കുന്ന കുട്ടിക്കോ വെളിവില്ലാണ്ടായി. അയ്യോ, എനിക്കൊന്നും ഒരു കുറവില്ല. നമ്മുടെ കാലഘട്ടമൊക്കെ മാറിയില്ലേ. ഇപ്പം അധ്യാപകർക്ക് ഒന്ന് കുട്ടികളെ പേടിയായി. ഇപ്പൊ പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അധ്യാപകർ നമുക്ക് പേടിയായിരുന്നു. അധ്യാപകനെ ഒരു ചൂരപടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് കേറത്തില്ല. ഇപ്പം പിള്ളേര് തല്ലിയാൽ അത് കേസാണ്. സാറുമാര് പേടിച്ച് നടക്കുന്നത്. ഇപ്പൊ ഓണപരീക്ഷക്ക് താൻ പഠിച്ച സ്കൂളിനെ കുറിച്ചും അധ്യാപകരെ കുറിച്ച് ഒരു 10 വാക്യത്തിൽ കവിയാതെ ഉത്തരവ് എഴുതാൻ പറഞ്ഞ ഒരുത്തന് എഴുതി വെച്ചിരിക്കുകയാണ്. പൊന്നാമ്പള്ളി സ്കൂളിൽ കുറെ പിള്ളേരുണ്ട് ഫ്രോഡാ, ഡസ്റ്റർ ഇല്ല സ്കൂളിൽ ചെറു സ്റ്റിക്കർ നാവിൻ തുമ്പിൽ. പൊന്നാമ്പള്ളി സ്കൂളിൽ കുറെ പിള്ളേരുണ്ട് ഫ്രോഡാ, ഡസ്റ്റർ ഇല്ല സ്കൂളിൽ ചെറു സ്റ്റിക്കർ നാവിൻ തുമ്പിൽ. IDMA സ്കൂളിൽ കിട്ടാതിരുന്നാലോ സാറുമാര് ഓടും, പിള്ളേരോടിച്ചിട്ട് തല്ലും, ഇത് കണ്ടു നിൽക്കും കാലം. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇപ്പം ശരിയാണ്. മദ്യം, മയക്കുമരുന്നൊക്കെ നമ്മള് അല്ലേ കാരണം നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതലമുറ എന്നാണ് തോന്നുന്നത് അല്ലേ. തീർച്ചയായിട്ടും. ഇതൊക്കെ പിന്നെ ഇപ്പൊ ഇതിൽ വിൽക്കാൻ ഒരുപാട് പേരുണ്ട്. അതല്ലേ, ഇപ്പൊ ചുമ്മാ നടക്കുന്ന പിള്ളേരെയാണെങ്കിലും പിടിച്ച് ഓരോരുത്തർ പറയാണ്, പറക്കും അളിയ, ഇത് വലിച്ചാൽ സുഖിക്കാം അളിയ, പതിവ് പോലെ പാതിലാവിലും വലി തുടങ്ങിയളിയ, ചടപെടാന്നുള്ള വലി വലിച്ചിട്ട് പെടപെടക്കിണളിയ, ഇന്ന് കുട്ടനും കിട്ടനും ഇട്ടു പെട്ടന് വട്ടു പിടിച്ചതുപോലെ ഇതാ ഈ ബസ് റൂട്ടിൽ ഇവർ ചീട്ട് കളിച്ചത് മറ്റൊരു സംഭവമായി. ബസ് റൂട്ടിൽ ചീട്ട് കളിക്കാൻ അടിച്ചു പിടിച്ച് സെറ്റായിട്ടേ. അപ്പൊ വെളിവില്ല ഒരുത്തിനും. അപ്പൊ മയക്കുമരുന്ന് വിൽക്കുന്നവരുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മാറണം. ആദ്യം എഴുതിയ പാരഡി ഏതാന്ന് ഓർമ്മയുണ്ടോ? ആദ്യം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. പഠിച്ചില്ല, സ്കൂളിൽ പോയായിരുന്നു. അപ്പൊ അന്നാണ് ആദ്യത്തെ എഴുതുന്നത്. അതൊരു കള്ളുപാട്ടാണ്. ഞാൻ എഴുതിയ ഒരു 90% പാട്ടും ചാനലിൽ വരാത്ത തന്നെ കുറെ പാട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം എഴുതുന്ന പാട്ട് ഇതായിരുന്നു, ഒരു കള്ളുപാട്ട് തന്നെയായിരുന്നു. അത് ഇതുപോലെ ഷാപ്പോ പുണ്യാലയം, പ്രായവ്യത്യാസവും ജാതിയും നീക്കും ആനന്ദ നിദ്രാലയം, മാതൃക ഷാപ്പോ പുണ്യാലയം.
ഇതാണ് ആദ്യം എഴുതിയ റേഞ്ച് കൂടെ അല്ലേ? ആടകളില്ലാതെ അഭിമാനമില്ലാതെ അംഗങ്ങൾ നടക്കാറുണ്ട് ഇവിടെ, അശ്ലീലം അരങ്ങേറ്റം നടത്താറുണ്ട് ഇവിടെ, കുപ്പികളും പിന്നെ ജാറുകളും തീർന്നാൽ പാക്കറ്റ് നൽകാറുണ്ട് ഇവിടെ, 100-ന്റെ പാക്കറ്റ് നൽകാറുണ്ട് ഇവിടെ, മുഖം നോക്കലില്ലാത്ത മനസ്സലിവില്ലാത്ത കുടവയറൻ ഓണർ, മാതൃക ഷാപ്പോ പുണ്യാലയം. ഒരു പാരഡിയുടെ ഒരു കലവറയാണല്ലേ? പാരഡി ഇഷ്ടം പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാരഡി ആരുടെയെന്ന് അറിയാവോ? എനിക്ക് എന്റെ ചേട്ടൻ ചേർക്കും, വീടിരായപ്പൻ സാറിന്റെ അല്ലേ? അല്ലേ? അത് അതുപോലെ അതിനുശേഷം നമ്മൾ ഇത്രയും പാരഡികൾ എഴുതുന്നു. അത് പ്രേക്ഷകർക്ക്, അതായത് നമ്മൾ പാരഡി എഴുതുന്നതിലല്ല കാര്യം, അത് സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലാണ് കാര്യം. ഇതൊക്കെ വളരെ അർത്ഥവത്തായ വരികളും ചിരിക്കാനും എല്ലാം കൊണ്ടുണ്ട്. ഇതുപോലെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ഏതാണെന്നറിയാ, അത് നല്ലൊരു പാട്ടായിരുന്നു, മാനെ എന്നുള്ള മാനെ, ആ പാട്ടിന്റെ മലരമ്പം വളർന്നു. ആ പാട്ടിന്റെ ഒരു പാരഡി ചെയ്തിട്ടുണ്ട്. അതും ആരും തൊട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പാരഡി അതെങ്ങനെയായിരുന്നു? മാന മലപ്പുറം പോസ്റ്റ് ഓഫീസിലെ മാന, പോസ്റ്റുമാനായി ജോലി ചെയ്യും സുലൈമാന, നാട്ടുകാരെ പറ്റിക്കുന്ന വമ്പൻ പോസ്റ്റുമാൻ, കിട്ടുന്ന കത്തുകൾ പൊട്ടിച്ച് വായിച്ച് ലവ് ലെറ്റർ ആണെങ്കിൽ റിപ്ലൈ അയക്കുന്ന മാന, അടിച്ചു മാറ്റും അവനോരോ എഴുത്തുകളും, മറിന്ന് പൊട്ടിച്ചിട്ട് വായിച്ചിട്ട് ഒട്ടിച്ചിടും, അടിച്ചു മാറ്റും അവനോരോ എഴുത്തുകളും, മറിന്ന് പൊട്ടിച്ചിട്ട് വായിച്ചിട്ട് ഒട്ടിച്ചിടും, മണി ഓർഡർ കണ്ടാലവൻ കള്ളൊപ്പിട്ട് കാശെടുക്കും, കാശുമായി കൂട്ടുകൂടി പോകുമവൻ ബാറിൽ. ഇങ്ങനെ പിന്നെ ഒരുപാട് സന്തോഷം. പിന്നെ പേഴ്സണലി ഗോപകുമാറിന്റെ വിശേഷം ഒന്ന് പറയാമോ? വിശേഷം ഇങ്ങനെ പരിപാടികളായിട്ട് പോകുന്നു. അനിയത്തിയെ വെച്ചുള്ള സൗമ്യ അറിയാൻ പറ്റും, പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. ഗോപകുമാറിന്റെ അനിയത്തിയാണ് സൗമ്യ ഭാഗ്യൻ പിള്ള. കോമഡി ആർട്ടിസ്റ്റാണ്, നർത്തകിയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ അടുത്ത മോഹൻലാല് ഫോൺ ചെയ്യുന്ന ആ കലാകാരി, അത് രജനി ചേട്ടാ, നമുക്ക് കല്യാണം കഴിച്ചാലും അല്ലേ കഥാപാത്രം സൗമ്യ അനിയത്തിയാണ്. ഇപ്പം സത്യനന്ദിക്കാടിന്റെ മോഹന്റെ പടത്തിൽ അഭിനയിച്ചു, പിന്നെ ഇപ്പം ദൃശ്യം 3 അഭിനയിച്ച ഷൂട്ട് കഴിഞ്ഞ് ആണല്ലേ. അപ്പം സൗമ്യ വെച്ചൊക്കെ ഒരുപാട് ഡാൻസും മെഗാ ഷോസും ഒക്കെ നിലവിൽ വരുന്നുണ്ട്. ഭാഗ്യത്തിന് കുഴപ്പമില്ല പോകുന്നുണ്ട്. ഇനി ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ. അതെ, നിങ്ങളുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുവരെ പിടിച്ചു നിന്ന്, ഇനി മുന്നോട്ടുള്ള കാലഘട്ടവും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ കൂടെ വേണം. അപ്പൊ എല്ലാവർക്കും തീർച്ചയായിട്ടും നമസ്കാരം. ഓക്കെ, അല്ല തീർച്ചയായിട്ടും ഗോപൻ പറഞ്ഞത് വളരെ ഒരു പ്ലസ് പോയിന്റ് ആണ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നിങ്ങളുടെ അല്ലെ, അതെ പ്രേക്ഷകർ നിങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള എളിയ കലാകാരന്മാർ, സ്റ്റേജ് കലാകാരന്മാർ ഇന്നും ഈ നിലനിന്ന് പോണത്. ഇപ്പൊ എവിടെ സപ്പോർട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഉപരിയായിട്ട് ആലപ്പി ഗോപകുമാറിനെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും പ്രോത്സാഹിപ്പിക്കണം. അദ്ദേഹത്തിന്റെ ഈ പാരഡി ഗാനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.